പള്ളിക്കൂദാശ മൂന്നാം തിങ്കൾ. മാർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സുപ്രധാന കൽപ്പനകൾ. മാർക്കോസ് 12-ൽ യേശുവിനെ വാക്കിൽ കുടുക്കാനായി പരിസേയരും നിയമജ്ഞരും സദുക്കാരും പല പ്രാവശ്യം പരിശ്രമിക്കുന്നുണ്ട്. ആദ്യം സീസറിന് കപ്പം കൊടുക്കുന്നതിനെക്കുറിച്ചും പിന്നീട് പുനരുദ്ധാന തർക്കത്തെക്കുറിച്ചുമൊക്കെയുള്ള അവരുടെ സംശയത്തിന് മുമ്പിൽ അവർക്ക് വാക്കുമുട്ടിയപ്പോൾ അവന്റെ വൈദികജ്ഞാനത്തെ അംഗീകരിക്കുന്ന ഒരു ഫരിസേയനെയാണ് ഇന്ന് നാം വായിച്ചറിയുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകുന്ന യേശുവിനോട് പരമപ്രധാനമായ മറ്റൊരു ചോദ്യമാണ് അയാൾ ചോദിക്കുന്നത്. 10 കൽപ്പനകളിൽ ഏതാണ് പ്രധാനമെന്നല്ല അയാൾക്കറിയേണ്ടത്, എന്നാൽ യഹൂദർ വികസിപ്പിച്ചെടുത്ത 613 കൽപ്പനകളിൽ ഏതാണ് പ്രധാനം എന്നാണ് അയാൾക്ക് അറിയേണ്ടിയിരുന്നത്. പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് യേശു അതിനും ഉത്തരം പറയുന്നത്. നിയമാവർത്തനം 6-4-5 വചനങ്ങളിൽ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്നാണ് ഒന്നാമത്തെ ഉത്തരം. ദൈവം ആത്മാവായതിനാൽ ആത്മാവുമായിട്ടാണ് ദൈവം സംവദിക്കുക. അപ്പോൾ അയാളിലെ ഹൃദയവും മനസ്സും ഒക്കെ ദൈവവുമായി ഒന്നുചേരുന്ന അവസ്ഥ വരും. അത് ശരീരത്തിൽ അനുഭവപ്പെടുകയും ചെയ്യും. പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ അവർക്കത് ആദ്യം ശരീരത്തിലാണല്ലോ അനുഭവപ്പെട്ടത്. ഭാഷാവരം തുടങ്ങിയ വരങ്ങളൊക്കെ അതിന്റെ പ്രതിഫലനങ്ങളായി പിന്നീടാണ് കടന്നു വരുന്നത്. രണ്ടാമതായി ലേവ്യ 19:18 നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന പ്രമാണത്തെ ഒന്നാമത്തെ പ്രമാണത്തോടെ യേശു കൂട്ടിച്ചേർക്കുന്നു. ദുഷ്ടനെയും ശിഷ്ടനെയും ഒരുപോലെ സ്നേഹിക്കുന്ന ആത്മാവാകുന്ന ദൈവം നമ്മുടെ ആത്മാവിൽ വന്നു നിറയുമ്പോൾ ദൈവം സ്നേഹമാകുന്നു എന്ന അവസ്ഥ നമ്മിലും വന്നു നിറയുന്നു. അതിനാൽ ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുക എന്ന പ്രമാണം രണ്ടല്ല, ഒന്നാണ്. ഇത് തിരിച്ചറിയുന്നവർ ദൈവരാജ്യത്തിലെ അംഗങ്ങളാകും. അതുകൊണ്ടാണ് ഹൃദയത്തിൽ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് ഇത് അംഗീകരിച്ച ഫരിസേയനോട് അവൻ ദൈവരാജ്യത്തിനുള്ളതിനല്ല എങ്കിലും അകലെയുമല്ല എന്ന് യേശു പറയുന്നത്.